നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത് രണ്ട് RCCBകൾ ഉപയോഗിച്ച് ഇൻവെർട്ടർ സപ്ലൈയും മെയിൻ സപ്ലൈയും എങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്നതിനെ പറ്റിയായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ 2-way സ്വിച്ചിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു. ഡയറക്റ്റ് സപ്ലൈ കൊടുക്കുന്ന രീതിയാണ് അതിൽ കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ആ കണക്ഷനിൽ തന്നെ 2-way സ്വിച്ച് കൂടി എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. പുതിയതായിട്ട് വയറിങ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയതായി വീട് വെക്കുകയോ ചെയ്യുമ്പോൾ വയറിങ് ഇതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നീട് മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കിവിടെ കാണാം രണ്ട് RCCBകളാണ്. RCCB1, RCCB2. RCCB1 മെയിനും രണ്ടാമത്തെ RCCB നമ്മൾ ഇൻവെർട്ടറുമാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഡ്രോയിങ്. അതേ ഡ്രോയിങ് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു സിംഗിൾ വയറാണ് ഈ RCCBയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ഒരു സിംഗിൾ വയർ ഉപയോഗിച്ച് നമ്മൾ RCCB2ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതിലേക്കാണ് നമ്മൾ 2-way സ്വിച്ച് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുഴുവൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് വാച്ച് ചെയ്യുക. അത് 100% പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ വിവരിച്ചിരുന്നത്. ഈ കാണുന്ന 16 ആംപിയറിൻ്റെ 2-way സ്വിച്ചാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. മിനിമം 16 ആംപിയർ എങ്കിലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 1 kVയുടെ ഒരു ഇൻവെർട്ടർ ആണെങ്കിൽ 16 ആംപിയർ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലായും കിട്ടുന്നത് 10 ആംപിയർ, 6 ആംപിയർ ഒക്കെയുള്ള 2-way സ്വിച്ചുകളാണ്. നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇത് 16 ആംപിയറോ അതിൽ കൂടുതലോ ഉള്ള 2-way സ്വിച്ച് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ കുറഞ്ഞ 2-way സ്വിച്ചുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. ലോഡ് ഫുള്ള് ഇതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിവിടെ കാണാം, ഇത് ഏറ്റവും മുകളിലത്തെ പിന്ന് L1, രണ്ടാമത്തെ പോയിൻ്റ് കോമൺ പോയിൻ്റാണ്. അതായത് ഈ സ്വിച്ചിൻ്റെ കോമൺ പോയിൻ്റാണിത്. ഏറ്റവും താഴെ കാണുന്നത് L2 എന്ന പോയിൻ്റാണ്. അതായത് രണ്ടാമത്തെ ലൈൻ ഔട്ട്പുട്ട് എടുക്കേണ്ട പോയിൻ്റാണ് ഈ കാണുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. 136ാമത്തെ വീഡിയോ ആയിരുന്നു അത്. നമുക്കിവിടെ കാണാം, വീഡിയോ നമ്പർ 136. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എഞ്ചിനീയറിംഗ് ടെക് പരമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതുമാണ്. ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മൾ കൺട്രോൾ വയറിങ്ങിനെ പറ്റിയാണ്. കൺട്രോൾ വയറിങ് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരും നമ്മുടെ ചാനലുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. ഇതിലേക്കാണ് നമ്മൾ 2-way സ്വിച്ച് ആഡ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ട് ഞാൻ കാണിക്കുന്നില്ല. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ആ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2-way സ്വിച്ച്. ഈ കണക്ഷൻ ഇങ്ങനെ തന്നെയാണ്. ഈ പവർ സോക്കറ്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഇൻവെർട്ടറിലേക്കുള്ള ഇൻപുട്ട് പോകുന്നത്. അത് ഇതുപോലെ തന്നെയായിരിക്കും. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. അത് നേരെ ഒരു പ്ലഗ് ടോപ്പിൽ നിന്നും ഒരു സിംഗിൾ വയർ കണക്ട് ചെയ്ത് ഇതുപോലെ 2-way സ്വിച്ചിൻ്റെ അടിവശത്തുള്ള ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. അതായത് L2 എന്ന പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് L1 എന്ന ഈ പോയിന്റ് കണക്ട് ചെയ്യാനായി ഈ കാണുന്ന മെയിൻ വയർ അതിൽ നിന്നാണ് ഒരു ലൂപ്പ് എടുക്കേണ്ടത്. ഇതുപോലെ ഒരു ലൂപ്പ് എടുത്ത് L1ലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ഈ 2-way സ്വിച്ച് എന്തിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി ഞാൻ ഇതിൽ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഏത് പൊസിഷനിലാണ് ഇടേണ്ടത്, ഇത് ഓട്ടോയിൽ വർക്ക് ചെയ്യുമോ, എന്തൊക്കെ ആണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് ഞാൻ വഴിയെ പറയുന്നതാണ്. കോമൺ പോയിൻ്റ് കണക്ട് ചെയ്യാനായി നമ്മൾ ഈ RCCB2ൻ്റെ വലതുവശത്തെ മുകളിലത്തെ സ്ക്രൂവിൽ നിന്നും ഒരു വയർ ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ RCCBയുടെ ഔട്ട്പുട്ട് നമുക്ക് ഈ കാണുന്ന 3, 4, 5, 6 എന്ന MCBകളിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. മുമ്പ് കാണിച്ച അതേ കണക്ഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ വയർ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മളിവിടെ 2-way സ്വിച്ച് ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് നേരെ RCCBക്ക് പോകുന്നതിന് പകരം ഇടയ്ക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു 2-way സ്വിച്ച് കണക്ട് ചെയ്തു.
അതായത് ഈ പവർ സോക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു 16 ആംപിയറിൻ്റെ 2-വേ സ്വിച്ച് കൂടി മുൻപ് തന്നെ വീട് വയറിംഗ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ഓൺ പൊസിഷനിലാണുള്ളത്. ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വയറും ഈ കാണുന്ന കോമൺ വയറുമായി ലിങ്കായി കിടക്കും. ഈ സമയം ഇൻവെർട്ടർ ത്രൂ ആയിരിക്കും നമ്മുടെ ഈ 4 MCBകളും വർക്ക് ചെയ്യുക. അതേസമയം ഇൻവെർട്ടറിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയോ നമുക്ക് ഇത് റിമൂവ് ചെയ്യേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ഇത് ചേഞ്ച് ചെയ്യുന്നതിന് പകരം നമുക്ക് സിമ്പിളായി ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ മതിയാവും. ഈ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാൽ സെൻട്രൽ കാണുന്ന ഈ കോമൺ വയറും ഈ കാണുന്ന മെയിൻ വയറുമായി ലൂപ്പാവുന്നതാണ്. അപ്പോൾ ഈ സമയം ഇതുവഴി സപ്ലൈ കടന്ന് നമ്മുടെ ഈ RCCB 2-ലേക്ക് സപ്ലൈ വരുന്നതാണ്. വീടുകളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്വിച്ച് വഴി നമുക്കിത് ബൈപ്പാസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നീട് ഇൻവെർട്ടർ അഴിച്ചു മാറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ഇത് ഈ പിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിലേക്ക് സപ്ലൈ വരുന്നതല്ല. അതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. ഇത് പലരും എന്നോട് ചോദിച്ചൊരു സംശയമാണ്. ഇത് മാനുവലായി ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ചെയ്യേണ്ടി വരുമോ, സപ്ലൈ പോയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അതാണ് ഞാനിത് പ്രത്യേകം എടുത്തു പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഓഫ് പൊസിഷനിൽ കിടക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിലെ സപ്ലൈ വരില്ല. ഇത് ഓൺ ചെയ്തിട്ടാലും എവിടെ നിന്നും ഈ പിന്നിലേക്ക് സപ്ലൈ വരുന്നതല്ല. ഈ സമയം നമ്മുടെ ഇൻവെർട്ടർ റിമൂവ് ചെയ്ത് എന്തെങ്കിലും സർവീസിനോ കാര്യത്തിനോ എന്തെങ്കിലും ആവശ്യത്തിന് ഇത് റിമൂവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പിന്ന് നേരെ ഊരി ഇവിടെ ഇട്ടാൽ മതിയാവും. ഇല്ലെങ്കിൽ ഈ പിന്ന് ഊരുമ്പോൾ ഇതിലേക്ക് പ്ലഗ് ചെയ്തിട്ടാലും ഒരു പ്രശ്നം സംഭവിക്കില്ല. ഇതിലേക്ക് പ്ലഗ് ചെയ്തിട്ടിട്ട് ഇത് ഓൺ ചെയ്താലും ഓഫ് ചെയ്താലും ഇതിലേക്ക് നമുക്ക് സപ്ലൈ കിട്ടുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ വയറിംഗ് തന്നെ ഈ 2-വേ സ്വിച്ച് ഇല്ലാതെ തന്നെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ, ഇത് റിമൂവ് ചെയ്തിട്ട് ഈ സോക്കറ്റിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലഗിൻ്റെ ഔട്ട്പുട്ടായ ഈ വയർ വഴി നേരെ ഇതിലേക്ക് സപ്ലൈ ഈ RCCB 2-ലേക്ക് സപ്ലൈ കിട്ടുന്നതാണ്. 2-വേ സ്വിച്ച് കൂടി ഘടിപ്പിക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീട്ടിൽ ഇപ്പോൾ പരിചയമില്ലാത്ത ആരെങ്കിലും ഇത് റിമൂവ് ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ അവർക്ക് ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ 2-വേ സ്വിച്ച് കൂടി ആഡ് ചെയ്തത്. 2-വേ സ്വിച്ചിൽ നമുക്കിത് ജസ്റ്റ് ഇത് ഓഫ് ചെയ്തിട്ടാൽ മാത്രം മതിയാവും. പിന്നീട് ഒന്നും സംഭവിക്കില്ല. ഇതിലേക്ക് ഇത് വേണമെങ്കിൽ ഈ ഇൻവെർട്ടർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വയറിങ്ങിനെ പറ്റി ചിന്തിക്കുക. ഇതുപോലെ തന്നെ ചെയ്തിടുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇൻവെർട്ടർ വാങ്ങിക്കുമ്പോൾ ഈസിയായിട്ട് കണക്ട് ചെയ്യാം. ഇൻവെർട്ടർ വാങ്ങിക്കുമ്പോൾ ഈസിയായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വയറിംഗ് ചെയ്തിടണമെന്ന് പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതുമാണ്. നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ തീർച്ചയായും ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.